ഏത് ജീവിയാണ് കയറിയേക്കുന്നത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും അല്ലേ? കൊമ്പന്മാർ മാത്രമല്ല, പുലികൾ വരെയും പലപ്പോഴും കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. ഇതുമൂലം മനുഷ്യന് ജീവഹാനി വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരം വന്യമൃഗശല്യവും ആക്രമണവും ചെറുക്കാൻ AI ഇറങ്ങിയിരിക്കുകയാണ്. AIയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയവും ഉണ്ടാകും അല്ലേ? എന്നാൽ ഇത് കണ്ടുപിടിച്ചത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണെങ്കിലോ? അതെ, 2 കുട്ടികളുടെ തലയിൽ ഉദിച്ച കിടിലൻ ബുദ്ധിയാണിത്. കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ ശിവാനി ശിവകുമാറും A ജയസൂര്യയുമാണ് താരങ്ങൾ. സ്മാർട്ട് അലർട്ട് സിസ്റ്റം ഫോർ ഫാർമേഴ്സ് അഥവാ SAS4F എന്നാണ് ഇവർ ഇതിനിട്ട പേര്. വന്യജീവികളെ പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും തീയിട്ടും ആട്ടി അകറ്റുന്നതിനു പകരം അൾട്രാ ശബ്ദ തരംഗങ്ങൾ, സ്ട്രോബ് ലൈറ്റുകൾ, ഓർഗാനിക് റിപ്പലന്റ് എന്നിവയൊക്കെയാണ് തുരത്തൽ മാർഗങ്ങൾ. AI സാങ്കേതിക വിദ്യയിലൂടെ മൃഗങ്ങൾ ഉൾപ്പെടെ 90-ലേറെ വന്യജീവികളെ കോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേത് ജീവജാലങ്ങൾ കൃഷിയിടത്തിൽ പ്രവേശിച്ചാലും AI ഡിറ്റക്ട് ചെയ്യും. എത്രത്തോളം അപകടകാരികളായ മൃഗങ്ങളാണ് എന്നതിന് അനുസരിച്ച് സാസിലൂടെ പുറത്തുവിടേണ്ട അൾട്രാ ശബ്ദം, വെളിച്ചം, അതിന്റെ നിറം എന്നിവയ്ക്കെല്ലാം മാറ്റമുണ്ടാകും. ആനയ്ക്കുള്ള അൾട്രാ ശബ്ദമല്ല കരടിക്ക്, കരടിക്കുള്ള വെളിച്ചമാകില്ല പന്നിക്ക്. അൾട്രാ തരംഗ ശബ്ദത്തിൽ ഏറിയ പങ്കും മനുഷ്യന് കേൾക്കാനാകില്ല. അസ്വസ്ഥത തോന്നി ജീവികൾ കൃഷിയിടം വിട്ടോടും. തനിയെ പ്രവർത്തിക്കുന്ന പല നിറത്തിലുള്ള സ്ട്രോബ് ലൈറ്റുകളും ജീവികളെ ആട്ടിയകറ്റും. ഇതിനെല്ലാം പുറമെയാണ് ഇഞ്ചി, വിനാഗിരി, വെളുത്തുള്ളി, മുട്ടത്തോട് എന്നിവ കൊണ്ടുള്ള ഓർഗാനിക് റിപ്പല്ലന്റിന്റെ പ്രയോഗം. ഇത് സ്പ്രിംഗ്ലർ വഴി കൃഷിസ്ഥലത്തെ അന്തരീക്ഷത്തിൽ തനിയെ സ്പ്രേ ചെയ്യപ്പെടും. മൃഗങ്ങൾ ഓടിയകലും. ഇവിടെ AIയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഏത് ആനിമൽ ആണ് ക്രോപ്പ് ഫീൽഡിൽ വന്നിരിക്കുന്നത് ആ ആനിമലിന് ടൈപ്പ് ചെയ്താന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാമറാസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫീൽഡിന്റെ ഓരോ സ്പോട്സിലും ക്യാമറാസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറാസ് ഈ ആനിമൽസിനെ ഡിറ്റക്ട് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ഈ ക്യാമറ ഒരു റാസ്ബെറി പൈല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാസ്ബെറി പൈല് ഞങ്ങൾ പ്രീ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആനിമൽസും എങ്ങനെ ഡിറ്റക്ട് ചെയ്യണം. പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട്. 90 ആനിമൽസിൻ്റെ ഒരു പ്രീ ട്രെയിൻഡ് മോഡലുണ്ട്. ഈ മോഡലിനനുസരിച്ച് ഈ ക്യാപ്ചർ ചെയ്ത പിക്ചറിലൂടെ ഏത് ആനിമലാണ് ഡിറ്റക്ട് ചെയ്തതെന്ന് മനസ്സിലാവും. ഈ ഏത് ആനിമലാണോ ഡിറ്റക്ട് ചെയ്ത ആ ആനിമലിൻ്റെ റേഞ്ചിനനുസരിച്ചുള്ള അൾട്രാസോണിക് സൗണ്ട് വേവ്സ് വരും. ആ ആനിമലിന് സെൻസിബിൾ ആയിട്ടുള്ള ലൈറ്റ് വരും. ഏത് കളർ ലൈറ്റാണ് ആ ആനിമലിന് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ആ സ്ട്രോങ് ഫ്ലാഷിംഗ് ലൈറ്റ്സ് അടിക്കുമ്പോൾ ആ സെൻസിറ്റീവ് കളർ അല്ല ലൈറ്റ് കൂടുമ്പോൾ കൂടുതൽ എഫക്റ്റീവ്നെസ് വരും. പ്ലസ് സ്പ്രിംഗ്ലർ എല്ലാ ആനിമൽസിനും ഒരേപോലെയാണ്. ജിഞ്ചർ, ഗാർലിക്, എഗ്ഷെൽ തുടങ്ങിയ ആ സ്മെല്ലടിക്കുമ്പോൾ അവർക്ക് താനെ ഫീൽഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തോന്നും. ഇതിനെല്ലാം പുറമെ കൃഷിയിടത്തിലില്ലാത്ത കർഷകന് SMS, അലാറം എന്നിവ വഴി ഫോണിലൂടെയും അറിയിപ്പ് ലഭിക്കും. മനുഷ്യ സഹായമില്ലാത്ത AIoT വഴി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. 8ലായിരുന്നപ്പോൾ ജയസൂര്യയുടെ സ്കൂൾ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അൾട്രാ ശബ്ദ സംവിധാനമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സഹപാഠിയായ ശിവാനിയും ഒപ്പം ചേർന്ന് നവീകരിച്ചു. അതേപോലെ തന്നെ ഒരു SMS അലേർട്ട്, ഇപ്പോൾ വന്ന പോലെ ഒരു SMS അലേർട്ട് വരും ഫാർമറിന്റെ ഫോണിൽ. ഇൻ കേസ് ഫാർമറുടെ പ്രസൻസ് ഫീൽഡിൽ ഇല്ലെങ്കിൽ ഫാർമറിന് അറിയണം ഒരു ആനിമൽ വന്നിട്ടുണ്ട് ക്രോപ്പ് ഫീൽഡിന് അറിയണമെങ്കിൽ ഈ SMS-ലൂടെ ഫാർമറിന് മനസ്സിലാവും ഒരു ആനിമൽ വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ഡൽഹിയിൽ നടന്ന CBSE ദേശീയ ശാസ്ത്ര എക്സിബിഷൻ തുടങ്ങി നിരവധി വേദികളിൽ പ്രോജക്റ്റ് ശ്രദ്ധിക്കപ്പെട്ടു. കൊച്ചിയിൽ ആഗോള ബാലഗവേഷക സമ്മേളനത്തിലും ഇവർ ശ്രദ്ധേയരായി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 50-ലേറെ ഗവേഷണങ്ങൾ ഉൾപ്പെടെ പഠിച്ചാണ് ഇതൊരുക്കിയത്. കാനഡയിലും അമേരിക്കയിലും ശബ്ദം, വെളിച്ചം എന്നിവയിലൂടെ വന്യമൃഗങ്ങളെ തുരത്തുന്നുണ്ടെങ്കിലും അതൊന്നും AI ഉപയോഗിച്ചല്ല. പദ്ധതി കൃഷിസ്ഥലങ്ങളിൽ പരീക്ഷിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും. ഭാവിയിൽ ഇതൊരു ബൃഹത് പദ്ധതിയായി മാറുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഈ മിടുക്കരുടെ കണ്ടുപിടുത്തത്തിന് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരെയാണ് കയ്യടി.